മുതൽ അടക്കണം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. വണ്ടി ഇപ്പൊ 2012 എടുത്ത വണ്ടി എന്റേത്. അപ്പൊ നമ്മൾ ഇതുവരെ ടാക്സ് അപ്പൊ നമ്മളിത് ഓടി കുടുങ്ങില്ല. ടാക്സ് അടക്കേണ്ട ടൈമിൽ ടാക്സ് അടക്കണം. ആ ഒന്നിച്ച് അടക്കുമ്പോഴാണ് ഇപ്പം ഈ 2026 പ്രാബല്യത്തിൽ വന്ന 2026 മുതൽ അടച്ചു വരുമ്പോ നമുക്ക് ബാധ്യത എല്ലാ പ്രശ്നം അവര് നമ്മൾ അടച്ചു പോകും. അപ്പൊ എല്ലാവരും അടക്കും. ഹലോ ഫ്രണ്ട്സ്, ബുള്ളറ്റുമാരാണ് എൻ്റെ കൂട്ടത്തിൽ. ഒരുപാട് കാക്കിട്ട ആളുകളല്ലേ, ഓട്ടോ തൊഴിലാളികളാണ്. കേരളത്തിലെ തൊഴിലാളികളിൽ ഏകദേശം ബഹുഭൂരിഭാഗം ആളുകളും ഓട്ടോറിക്ഷ ഓട്ടുന്നത് തന്നെ പറയാം അല്ലേ. നമ്മളെ നാടിൻ്റെ നട്ടലിലാണ് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട്. നമ്മളെ പോലെ തന്നെ ചെറിയ ചില്ലറ കാശ് 30, 40, 50 ഒക്കെ ആയിട്ട് വൈകുന്നേരം പിന്നെ കിട്ടുന്ന കാശ് ഒരു കൂട്ടി കുടുംബം പോറ്റണം. മക്കളെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, പിന്നെ രോഗം, കാര്യം, വീട് എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അരീക്കോടാണുള്ളത്. പക്ഷെ അതൊന്നല്ല പ്രശ്നം. ഇപ്പോൾ ഇവർക്ക് വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. ഇത് ഈ അരീക്കോട്ടിലെ ഓട്ടോറിക്ഷക്കാരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, കേരളത്തിലുള്ള എല്ലാ ഓട്ടോറിക്ഷക്കാരും ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഓട്ടോ തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്? നമുക്ക് പറയാനുള്ള വെച്ചാൽ ക്ഷേമനിധിയുടെ മെയിൻ പ്രശ്നം ക്ഷേമനിധിയാണ്. തൊഴിലാളികളെ മേത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ക്ഷേമനിധി വന്നിരിക്കുന്നത്. ക്ഷേമനിധി ഫിറ്റ്നസ്സിന് ക്ഷേമനിധി നിർബന്ധമായി. അപ്പോൾ ബ്രേക്ക് എടുക്കാൻ അപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോകുമ്പോൾ ക്ഷേമനിധി ഫുൾ അടച്ചു കഴിഞ്ഞാലേ ബ്രേക്ക് കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു വീതെങ്കിലും അടയ്ക്കണം. ഇപ്പം 15 വർഷമായ ഓട്ടോകൾക്കൊക്കെ ഒരു വീതം അടക്കി പറഞ്ഞാൽ 10,000, 11,000 രൂപയൊക്കെ വരും. 2 വീതം അടയ്ക്കുമ്പോൾ 20,000 അടുത്തൊക്കെ വരും ക്ഷേമനിധി. അപ്പം തൊഴിലാളിക്ക് അത് ഭയങ്കര പ്രയാസമായ ബ്രേക്ക് എടുക്കണേ. പക്ഷെ ആദ്യമൊന്നും ക്ഷേമനിധി നിർബന്ധമില്ലായിരുന്നു. പക്ഷെ തൊഴിലാളിക്ക് ഇതിൽ 2 കൂട്ടരുണ്ട്. ക്ഷേമനിധി വേണമെന്നുള്ളവരുണ്ട്, വേണ്ട നിർബന്ധമില്ല എന്നുള്ളവരുണ്ട്, ആവശ്യമില്ലാന്ന്. പക്ഷെ ആവശ്യമില്ല എന്നുള്ളവരാണ് കുറെ ആൾക്കാർ. പക്ഷേ ക്ഷേമനിധി നിർബന്ധമായപ്പം അവർക്കും ബ്രേക്ക് കിട്ടാത്ത ക്ഷേമനിധി 2 മുതലാളി വീതവും തൊഴിലാളി വീതം ആണെങ്കിൽ 1,200 രൂപയിലേറെ വരും കൊല്ലത്തിൽ അടയ്ക്കണം. അപ്പം നമ്മൾ കൊല്ലം അടയ്ക്കാത്തതുകൊണ്ടാണ് ഇത് ഇവര് പറയുന്നത് ഈ മൊത്തമായിട്ട് നിങ്ങൾ അടയ്ക്കാത്തവരെല്ലാവരും ക്ഷേമനിധി അടച്ചാലേ ബ്രേക്ക് തരുള്ളൂ. അതായത് എന്നാണോ വണ്ടി എടുത്തത് അത് മുതലേ ക്ഷേമനിധി അടയ്ക്കണം. അത് അടച്ചാലേ ബ്രേക്ക് തരുള്ളൂ. അപ്പം അല്ലെങ്കിൽ ഒരു വീതെങ്കിലും നിങ്ങൾ അടയ്ക്കണം. അപ്പം നമ്മൾ ബ്രേക്കിന് പോയി ഏജന്റുമാരെ എടുത്തു പോയാലും ക്ഷേമനിധി നമ്മളെ സൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ക്ഷേമനിധി ഇത് അടച്ചില്ലെങ്കിൽ ഒരു വീതെങ്കിലും നമ്മൾ അടച്ചു കഴിഞ്ഞാലേ നമുക്ക് ബ്രേക്കിനില്ലേ ഇത് ഫിറ്റ്നസ് കിട്ടുള്ളൂ. അപ്പം ഒരു വീതം അടക്കണം. ഈ ഒരു വീതം അടക്കി കഴിഞ്ഞാൽ ക്ഷേമനിധി ബോഡിക്കാ പോവുക. തൊഴിലാളിക്ക് ഒരു കാര്യമില്ല. ഈ 2 വീതം അടയ്ക്കുമ്പോഴാണ് തൊഴിലാളിക്ക് ഗുണം വരുന്നതെന്ന് പറയും. പക്ഷേ ഇതിൽ പല ആനുകൂല്യം. നമ്മൾ ക്ഷേമനിധിയെ ഒന്നും കുറ്റം പറയണമൊന്നുമില്ല. ക്ഷേമനിധി നല്ല കാര്യമാണ്. ക്ഷേമനിധിനോണ്ട് കുറേ ആൾക്കാർ ഉപകാരമൊക്കെ ഉണ്ട്. പക്ഷെ അടിച്ചേൽപ്പിക്കണം. ഇതിൽ തൊഴിലാളികൾക്ക് താല്പര്യമില്ലെങ്കിൽ ക്ഷേമനിധി അവർക്ക് ഒഴിവാക്കി കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ കൂടിക്കോട്ടെ. വണ്ടി ഇറങ്ങിയ മുതൽക്ക് നടക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ വണ്ടിന്റെ മാർക്കറ്റും ഈ പൈസന്റെ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കഴിയൂല. ബ്രേക്ക് എടുക്കുന്ന ഈ ശരാശരി 25,000, 20,000 രൂപ വേണം. അതൊക്കെ ഈ ക്ഷേമനിധി അടക്കുമ്പോൾ 20,000 രൂപ വരും. ഇതിന്റെ അടുത്ത് വരും. ഈ പലിശയും കുടിശ്ശിയും ഒക്കെ പാടെ അതിന്റെ കടലാസ് ശരിയാക്കുന്ന മലപ്പുറത്തേക്ക് 2-3 വട്ടമൊക്കെ പോണതിന്. അപ്പൊ അവിടെ അല്ലെങ്കിൽ ഇനിയിപ്പോ ഗവൺമെന്റ് ഇത് അടച്ച് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ബ്രേക്ക് എടുക്കുമ്പോൾ എത്ര വരുന്നത്? പിന്നെ അടച്ചിപ്പോൾ നമ്മളെ എല്ലാ കൊല്ലത്തെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കൊല്ലങ്ങളിൽ അതാ വരുള്ളൂ. ഇപ്പൊ ഈ ക്ഷേമനിധി പറഞ്ഞാൽ നിർബന്ധമില്ലാത്തത് കൊണ്ട് ആദ്യമൊന്നും നിർബന്ധമില്ല. ഇതിപ്പോ ഓല് ടാക്സിന്റെ ഒപ്പം ക്ഷേമനിധി എന്ന് പറഞ്ഞത്. അപ്പൊ 5 കൊല്ലമൊക്കെ ടാക്സ് അടച്ചവർക്ക് പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ക്ഷേമനിധിയും കൂടി 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെയും വരും. 5 കൊല്ലത്ത് ഒന്നിച്ചടക്കണം. അങ്ങനെ ബാധ്യത വന്നിട്ട് അപ്പോൾ ക്ഷേമനിധി അധികം ആൾക്കാർക്ക് ഇതിൽ താല്പര്യമില്ല. എന്താ അറിയില്ല. കുറെ ആൾക്കാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട, ആനുകൂല്യം വേണ്ട. ക്ഷേമനിധി തന്നെ നമുക്കുള്ള ബെനിഫിറ്റ് തന്നെ നമ്മൾ 60 വയസ്സിന്റെ ശേഷം പിന്നെ ആനുകൂല്യങ്ങളുണ്ട്. എന്താ കുട്ടികൾക്ക് പഠന കിറ്റ് ഇതൊക്കെ ഉണ്ട് എന്ന് പറയും. കാര്യങ്ങളൊക്കെ നല്ല ഇതൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം അടക്കേണ്ടി വരുമ്പോൾ ആ പ്രശ്നമാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ബ്രേക്ക് എടുക്കാനെങ്കിൽ അതിൽ കൂടിക്കോട്ടെ, അല്ലാത്തവരും അതിന് ഒഴിവാക്കുക. അത്രേ ഉള്ളൂ. എല്ലാ വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഇറങ്ങി മുതൽക്ക് അടക്കണം എന്ന് പറഞ്ഞാൽ മുൻകാലത്തിൽ ഒന്നായിട്ട് അടക്കണം എന്ന് പറയുമ്പോൾ ഇതുവരെ ഇപ്പൊ നമ്മളിപ്പോ സാധാരണ എന്താ ചെയ്യാ, മറ്റേ ഏജൻസിന്റെ അടുത്ത് കൊടുക്കലാണ്. ആ ഏജൻസിന്റെ അടുത്ത് കൊടുത്താൽ അവര്
അടക്കം കുഴപ്പമില്ല അറിയും. അപ്പം നമ്മളത് കൊടുക്കും. അതിനായിട്ട് എക്സ്ട്രാ പൈസ ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഒരു 100 രൂപ പോലും ഞാൻ എക്സ്ട്രാ പൈസ കൊടുത്തിട്ടില്ല ഇതുവരെ. ഞാൻ അതിൻ്റെ എല്ലാ പെയിന്റ് അടിക്കേണ്ടി പെയിന്റ് അടിച്ച് അതിനെന്താ ചെയ്യും, ടാക്സ് അടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത്ര കാലം വരെ ടാക്സ്. അതിൻ്റെ ഇടയിൽ ഒരു 2 വർഷം പ്രൈവറ്റ് ആക്കി, അതൊക്കെ. പക്ഷെ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം വന്നിട്ട് ഈ എമൗണ്ട് ഒന്നായിട്ട് ഒറ്റയടിക്ക് എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രേക്കിന് തന്നെ 10-15,000 നമ്മൾ എത്തില്ല. 10-15,000 ഇല്ല. പിന്നെ ഇതും കൂടി അടക്കുമ്പോൾ നമ്മളെങ്ങനെ ബ്രേക്ക് എടുക്കുക? ഈ 26 മുതൽ അടക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ. ഈ വണ്ടി ഓട്ടുന്ന ആൾക്കാരും വളരെ കുറവാണ്. ഒരു 5 വർഷം ഓടി അല്ലെങ്കിൽ ഒരു 3 വർഷം ഓടി അവർ പോവാണ് ഈ ഫീൽഡിൽ പോവാണ്. ഈ ഫീൽഡിൽ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കണതല്ല, ഈ 5 വർഷം ആരെടുത്താനോ വണ്ടി ഉണ്ടായിരുന്നു അതും കൂടി അടക്കണോ? അതെ. ഇപ്പൊ ഞാനിപ്പോ പേരിലേക്ക് പുതിയ വണ്ടി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങി, ആ വണ്ടിക്ക് ക്ഷേമനിധി ഇല്ലെങ്കിലും ഓണർ എടുത്ത ആള് അവർ ആ ക്ഷേമനിധി അടച്ച് ആ വണ്ടി ഇറങ്ങിയ മുതലില്ല ക്ഷേമനിധി അടക്കണം. ഇപ്പം പ്രാബല്യത്തിൽ വരാണ്. ചെറിയ ഇപ്പൊ ഈ മാസത്തിൽ ഒരു കൊല്ലത്ത് പൈസ 700-700 2 വീതം നേരെ മറിച്ച് 10-20,000 10-5,000 പറയുമ്പോ ഇത് 20,000 10,000 ഒക്കെ അടയ്ക്കാൻ ഇവിടെ ഓട്ടോ. പിന്നെ ഈ ക്ഷേമനിധി മാത്രം പോരാ, ബ്രേക്കിന് വണ്ടി നല്ല പണിയെടുപ്പിക്കണം. ഒരു വർഷം നല്ല അതിനത്രല്ല ഒരു വരുമാനം തൊഴിലാളിക്കില്ല. അതാണ് മെയിൻ. ഇത് ഇവരുടെ സങ്കടമാണ് ശരിക്കും ഇവിടെ അവതരിപ്പിക്കണവര്. കാരണം നമുക്കറിയാം, നമ്മൾ ഓട്ടോറിക്ഷ ഓടുന്ന ആളുകൾക്ക് അതിനെ പറ്റി മനസ്സിലാവുള്ളൂ. കാരണം ഇതിന്റെ ബാക്കി മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1000-1200 ഓടി കഴിഞ്ഞാൽ തന്നെ ബാലൻസ് വരുന്ന ശരിക്കും ഒരു കൂലിയും കൂടി വെക്കണില്ല അല്ലേ? അതെ അതെ. ഈ പൊരി വെയിലത്ത് നമ്മൾ പല സ്ഥലത്തും, ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു അനുഭവം വളാഞ്ചേരിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാരണം വെയിലത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന 30 രൂപന്റെ ഒരു ഓട്ടോക്കാരൻ അവിടുന്ന് ബാക്കിൽ നിന്ന് തള്ളി വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇതിക്കൊണ്ട് നടന്നു പോവാന്. അപ്പൊ അതുകൊണ്ടാണ് ഏതായാലും നമ്മൾ ഈ വീഡിയോ വരെ പരാതികൾ എന്താണെന്ന് വെച്ചാൽ രമ്യമായിട്ട് പരിഹരിക്കാനുള്ള ഒരു പരിഹാരം കാണാൻ പറ്റുന്നതാണ്, അധികാരികളിലേക്ക് എത്തിക്കാൻ നമ്മളെ ആരൊക്കെയെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ് കേരള സർക്കാരിന്റെ അല്ലേ? കേരള സർക്കാരിന്റെ പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഈ ക്ഷേമനിധിയിൽ തൊഴിലാളി വീതും മുതലാളി വീതും പറഞ്ഞാണ്ട് വരുന്നുണ്ട്. ശരിക്ക് ഭൂരിഭാഗവും തൊഴിലാളി തന്നെയാണ് മുതലാളി ഓട്ടോറിക്ഷകളിൽ. ഇത് ബസ്സുകളിലൊക്കെ അതുള്ളൂ മുതലാളി വീതം. ഈ തൊഴിലാളി തന്നെയാണ് ഈ മുതലാളി വീതും അടക്കുന്നത്. ഈ 2 ബാധ്യതയാണ് ഈ തൊഴിലാളിക്ക് വരുന്നത്. അപ്പോൾ തൊഴിലാളിക്ക് 1,200 രൂപ ഒരു ബാധ്യതയായിട്ട് വരും. അത് എന്തിനാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് അവർ പറയുന്ന കുറേ ആൾക്കാർ തൊഴിലാളി മുതലാളിൻ്റെ കീഴിൽ വണ്ടി, അതൊക്കെ അപൂർവങ്ങളിലുള്ളൂ. ഇപ്പം ഓട്ടോറിക്ഷയൊന്നും ആരും മുതലാളിമാരായി നിന്നാൽ ഇപ്പോൾ ഒക്കൂല. 1-2 വണ്ടികളുണ്ടാവുള്ളൂ ഈ മലപ്പുറത്ത്. പിന്നെ അത് മാത്രല്ല, നമ്മൾ ഏറ്റവും എന്താ പറയാ, ഏത് ഒരാൾക്കും ഒരു ബൈക്ക് ഓടിക്കാൻ പറ്റണോ കണ്ടെത്തുന്ന ഒരു തൊഴിലാണ് ഇത് അല്ലേ? ഒന്നുമില്ലെങ്കിലും ഒരു ഓട്ടോറിക്ഷ എടുക്കുക, അടവിന് തന്നെ ഇത്രയും ഭാരിച്ച സംഖ്യ അടിച്ചേൽപ്പിക്കുന്നതാണ് പ്രശ്നം. ഈ വർഷം മുതൽ കേരളത്തിൽ എല്ലാ ഓട്ടോറിക്ഷക്കാരും അടച്ചു പോകുന്ന നിർബന്ധാക്കുക. ആ വർഷം മുതൽ അടച്ചു പോകാം. അടച്ചു പോകുന്ന എല്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും കഴിയും. ഒരു വർഷത്തതല്ലേ, ഈ വർഷം മുതൽ കേരളത്തിലെ എല്ലാ ഓട്ടോറിക്ഷക്കാരും ക്ഷേമനിധി അടച്ചു പോകാനെന്ന് പറയുകയാണെങ്കിൽ, നല്ല ബിസിനസ് തരുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവർക്കും കഴിയും. കേരളത്തിലെ എല്ലാ ഓട്ടോറിക്ഷകളും വില്ലിംഗ് ആണ്. പക്ഷെ ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കണ്ടെത്താൻ കഴിയൂല. അതാണ് തൊഴിലാളിയുടെ പ്രശ്നം. ഇത് ബ്രേക്ക് എടുക്കുമ്പോൾ തന്നെ 30,000 രൂപന്റെ അടുത്ത് ഞങ്ങൾക്ക് ചെലവ് വരുന്നുണ്ട്. കാരണം മെയിൻ്റനൻസ് എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴത്തേക്ക് 30,000 രൂപ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അതിലേക്ക് ഇതുകൂടി അടിച്ചേൽപ്പിക്കും. വളരെ ബുദ്ധിമുട്ട് തന്നെയാണിത് മുന്നോട്ട് പോകാൻ. കാരണം ഇത് പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോണത്. ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഇതിന് നിത്യചെലവിന് വേണ്ടിയിട്ട് ഓടാൻ വരുന്ന ആളുകളാണ്. 600 രൂപയൊക്കെ ഒരാൾ ഓടാത്ത ദിവസമുണ്ട്. ഇപ്പത്തെ ഡീസലിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. ഒന്നുമില്ല. ഒരു മെയിൻ്റനൻസ് വന്നാലേ, ഒരു ദിവസം ഒരു മെയിൻ്റനൻസ് വന്നാലേ ഞങ്ങൾക്ക് പാർട്സ് സാധനങ്ങൾക്ക് നല്ല വില വരുന്നുണ്ട്.
ഞങ്ങളിത് പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് കടങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ തമ്മിൽ വർക്ക്ഷോപ്പ് കൂലിയൊക്കെ ചോദിച്ച് ഭയങ്കര വാങ്ങി മെയിൻ്റെനൻസ് ആ പണി മുന്നോട്ട് പോണത്. 500 റുപ്യ തയ്ച്ചു ഓടിയ ആൾക്കാർ എത്ര ഉണ്ട് ഇതിൽ നോക്കിയൊക്കെയാണ് കുറവാണ്. ആരും ഉണ്ടാവില്ല. ഇപ്പൊ നോൻപ് രാവിലെ സീസണായ ഒന്ന് ഓട്ടം നോമ്പ് തീരെ സീസണായാലും. കുറവാ. പിന്നെ രാവിലെ യൂണിഫോം ഇട്ടുണ്ട് ഇറങ്ങുക, ഇറങ്ങുക സ്റ്റാൻഡിൽ വരിക അല്ലേ? പ്രശ്നം പറഞ്ഞിട്ട് മേഖലയ്ക്ക് നമുക്ക് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് സർക്കാർ ഞങ്ങൾക്ക് സഹകരിച്ചത്. അതെ 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 അതെ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അധികാരികളിലേക്ക് വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഓട്ടോ തൊഴിലാളികൾ, കേരളത്തിലെ എല്ലാ ഓട്ടോ തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുള്ളതും എന്നെ വിളിച്ചിട്ടുള്ളതും അവിടെ വന്നിട്ടുള്ളതും. അതിനൊരു പരിഹാരം കാണുന്നില്ല പ്രതീക്ഷയിലാണ്. ഇൻഷാ അല്ലാ. നന്ദി, നമസ്കാരം.